സൈഡിലും നടത്തണക്ക് ഒബാമ നടക്ക് പ്രകാശ് കാരാട്ടിന്റെ ടീം ഫോട്ടോ വെച്ചിരിക്കുകയാണ്. ഒരു സൈഡിൽ മൊത്തം കോൺഗ്രസ്സുകാര്, നടുവിലും ഒബാമ, ഇപ്പുറത്തെ സൈഡിലും മൊത്തം BJP. ശരിയാണോ റിപ്പോർട്ട് ശരിയാണെന്നോ? അതെങ്ങനെ റിപ്പോർട്ട് ശരിയാതെ ഏതച്ഛനെ പറഞ്ഞു റിപ്പോർട്ടെ വെച്ച് നന്നോന്ന് പറഞ്ഞ എന്തെല്ലാം ആയിക്കോട്ടെ ആര് ഞാൻ പറയാം. യേശു ക്രിസ്തു ആളുടെ രൂപം എന്ന് പറഞ്ഞത് ഒരു കുട്ടിയുടെ രൂപമാണ്. യേശു ക്രിസ്തു കണക്കാതാണെന്ന് ഞാൻ ആരും പറയുന്നത് ഞാൻ പറയുന്നു. പിന്നെ ഒരു അന്നത്തെ കാലഘട്ടത്തിലെ ഒരു യഹൂദന്റെ രൂപം വെച്ചാണ് യേശു ക്രിസ്തുവിനെ പടം വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോ നീ പാടാണെന്ന് അതുകൊണ്ട് നമുക്ക് യേശു ക്രിസ്തുവിനെ പടം പക്ഷെ ഒരു കാര്യം, ഒരു മതത്തിന്റെ അല്ലെങ്കിൽ ഒരു ശ്രീനാരായണ ഗുരുവിന്റെ ഫോട്ടോ മാറ്റിട്ട് നിങ്ങൾ പകരം ഫോട്ടോ വെച്ചിട്ട് ഇവിടെ എന്താ സംഭവിക്കാൻ? ഒന്നും സംഭവിക്കത്തില്ല. സംഭവിക്കാനുണ്ട് രാജു. ക്വസ്റ്റ്യൻ ഭയങ്കര ക്വസ്റ്റ്യൻ രാജു. ശ്രീനാരായണ ഗുരുവിന്റെ ഫോട്ടോ വെച്ച് തല മാറ്റി വെച്ചിട്ട് അവിടെ പിണറായി വിജയന്റെ ഫോട്ടോ വെച്ചിട്ട് നിങ്ങളത് പ്രദർശനം രാജു, ഇത് ക്വസ്റ്റ്യൻ ആണ്. അവിടെ എന്താ സംഭവിക്കാൻ പറഞ്ഞറിയാം? എന്ത് സംഭവിക്കാൻ നിങ്ങൾ ഈഴവനായെന്ന് പറയാം. അവിടെ ഉള്ള ഈഴവനല്ല ഈ പിണറായി വിജയനെ അടിച്ച് തരപ്പാക്കല്ല മറ്റൊരു അടിച്ചു തരപ്പ്. ഞാൻ പറഞ്ഞു ഈഴവർക്ക്, അതായത് ഈഴവൻ എന്ന് പറയുന്ന സംഘടനയ്ക്ക് പിണറായി വിജയന് തൊടാൻ പോലും ഞാൻ പറഞ്ഞു എന്തുകൊണ്ടില്ല കണ്ണൂരോ എവിടെ പിണറായി വിജയന് തൊടാൻ പോലും എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജീവനം വേണ്ട. അതുകൊണ്ട് അവരെ പറ്റില്ലാതെ ഞാൻ പറഞ്ഞത്. നോക്കൂ, കമ്മ്യൂണിസ്റ്റ് ജീവനം എന്ന് പറഞ്ഞ ഈഴ സമ്പ്രദായം മാറിയ നമ്മളിതില്ല. അതുകൊണ്ട് അത്ര വർഗീയത നടത്താൻ വേണ്ടി പരിപാടി ചെയ്യുന്നില്ല. മനസ്സിലായോ? ഞാൻ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ കാര്യം രാഷ്ട്രീയം ഇത് രാഷ്ട്രീയ കളിയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നില്ല. ഞാൻ ഒരു കാര്യം രണ്ടാമത് ആരാ വെച്ചത്? കോൺഗ്രസ് വെച്ചല്ലോ. അത് കമ്മ്യൂണിസ്റ്റുകാർ വെച്ചാണെന്ന് വാർത്തയ്ക്ക് അറിഞ്ഞിട്ടുണ്ട്. കളയുടെ ഒരിക്കലും മറത്തല്ല. അത് ഭയങ്കര എങ്ങനെയൊക്കെ പിടിക്കും ഇവരങ്ങനെ. കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് മോന്ത. തിരുവനന്തപുരത്തെ ലോക്കൽ കമ്മിറ്റിയാണ് അവര് വെച്ചത്. ആ വെച്ച സമയത്ത് സംവാദമായിരുന്നു. അത് അവർക്ക് പക്ഷെ വേറൊരു ദിവസമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ ചോദിക്കുന്നത് മനോരമക്കാരും മറുപടി പറയാൻ പറ്റില്ല. എത്രങ്ങാണ്ട് കൊല്ലം മുന്നേ 2007 ഈ ഡാവിഞ്ചി ബോർഡ് വെച്ചിട്ട് മനോരമ കാത്തു നടത്തി. അതിന് മറുപടി എന്നോട് പറ്റില്ല. ഈ ഡാവിഞ്ചി ബോർഡ്, അതായത് സെയിം പിക്ചർ വെച്ചിട്ട് മനോരമ കാത്തു നടത്തിയിട്ടുണ്ട്. അത് അന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും? ഞാൻ ചോദിക്കാം. 10-26 വർഷം മുമ്പ് ഞാൻ 5 കൊല്ലം മുന്നത്തെ കാര്യം പറഞ്ഞു. 26 കൊല്ലം മുന്നല്ല, 5 കൊല്ലം മുന്നേ. 5 കൊല്ലം ആയിക്കോട്ടെ, 2 കൊല്ലം ആയിക്കോട്ടെ, ഞാൻ ഇന്നലെ ആയിക്കോട്ടെ, ഞാനൊരു കാർട്ടൂൺ ഇറക്കി, ഞാൻ എന്റെ പത്രത്തെ പ്രസിദ്ധീകരിച്ചു. ഓക്കെ, ഞാൻ പറഞ്ഞ നിങ്ങൾ പ്രതികരിച്ചോ? നിങ്ങൾ പ്രതികരിച്ചോ? ഇല്ല. ഞങ്ങൾ വേറെ സാധനം കണ്ടു, അത് ഞങ്ങളെടുത്ത് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തപ്പോ എന്തുകൊണ്ട് മനോരമ പ്രതികരിച്ചു? ഞാൻ ചോദിച്ചു പറഞ്ഞാൽ കോൺഗ്രസ് മനോരമക്കാരൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവർ ചോദിക്കുന്നത്. അത് നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചിരുന്നേ? ഞാൻ ചോദിച്ചു മറുപടി പറഞ്ഞാൽ മതി. ഇവിടെ എല്ലാ സാധനവും കേരളത്തിലെ ഇന്ത്യയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റില്ല. ഞാൻ എടുത്തു അതിലെന്താ ജനങ്ങളെ പ്രതികരിച്ചു.
അന്ന് ജനം ഇന്നത്തെ ജനം ഫേസ്ബുക്കിൽ അയ്യോ അന്നത്തെ ജനം ഇന്നത്തെ ജനം മനോരമക്കാര് വീട് കാണിച്ചപ്പോ അതൊരു ജസ്റ്റ് ഒരു കോമഡി അങ്ങനെ നിങ്ങൾ ചിന്തിക്കും അത് ചിന്തിക്കണമല്ലോ. അത് നിങ്ങൾ പറഞ്ഞത് അത് കമ്മീഷണർ പറഞ്ഞത് ഞാൻ ചോദിച്ച മറുപടി പറഞ്ഞു. ഞാൻ പണ്ട് തെറ്റ് ചെയ്തു, നിങ്ങൾ പ്രതികരിച്ചു, നിങ്ങൾ തെറ്റ് ചെയ്തു, ഞാൻ അത് വിളിച്ചു പറഞ്ഞു. ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞു. അപ്പൊ അത് കേട്ടിട്ട് മറ്റൊരു പ്രതികരിച്ചു. അതിന് ആൾക്കാർ ഞാനാ നിങ്ങളോ അവര് കുറ്റക്കാരൻ അവരിത് പറഞ്ഞ കാര്യം ഞാൻ ചോദിച്ച ഞാനൊരു തെറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു 7 വെച്ചിട്ട് 5 രൂപയ്ക്ക് 7 വിൽക്കുന്നവരാണ്. മറ്റാളും 5 രൂപയ്ക്ക് വിൽക്കുന്നു. രണ്ടാളും ചെയ്യുന്ന ഒരു തന്നെയല്ലേ? പിന്നെ ഒരാൾ കൊണ്ടിരിക്കണേ. ഞാൻ ചോദിച്ച മറുപടി പറഞ്ഞില്ല. ഞാൻ ഒരു തെറ്റ് ചെയ്ത ആളില്ല. ഞാൻ ഒരു തെറ്റ് ചെയ്തു. എന്നാ ആരും പ്രതികരിച്ചില്ല. പ്രതികരിച്ചില്ല. അതിന് കാര്യമില്ല. കേൾക്കും. പ്രതികരണ ശേഷി എല്ലാവർക്കും ഉണ്ട്. പ്രതികരിക്കണം സമയത്ത് പ്രതികരിക്കണമായിരുന്നു. നമ്മളാരും പ്രതികരിച്ചില്ല. നമ്മളാരും എന്ത് ചെയ്തില്ല, പ്രതികരിച്ചില്ല. പിന്നെ നിങ്ങൾ തെറ്റിയാൽ ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ മറ്റു ജനങ്ങളെ പ്രതികരിച്ചു. അതാണ് ഞാൻ ജോയിയുടെ പറഞ്ഞത്. രണ്ടാളും ജോയിനുള്ള വിവരവും എനിക്കുള്ള വിവരം വ്യത്യാസം. 2007 അങ്ങനെ സംഭവം വന്നപ്പോ വിവരമുള്ളവരെ കാർട്ടൂണായി കണ്ടു. ഇപ്പൊ ഈ കാർട്ടൂൺ തന്നെ ഇവരെന്തിന് വിവാദമാക്കണത്? അതാണ് ചോദിക്കണേ. കൈവച്ച എന്തിന് വിവാദമാക്കണം മനോരമക്കാര്? മനോരമക്കാർ മാത്രമല്ല ഇരിപ്പ് മൊത്തം എടുക്കണ്ടേ? മനോരമക്കാർ മാത്രമല്ല ഏറ്റു പിടിച്ചിരിക്കും. പ്രശ്നമായി കഴിഞ്ഞാൽ അതാ വീണ്ടും മതവാദികളിലും തീവ്രവാദികളുമായ അവര് തോറ്റ് അല്ല. നമ്മൾ സംസ്കാരത്തിനെ കുറിച്ച് സംസാരിക്കുകയും അതിനെക്കുറിച്ച് വിലയിരുത്തുകയും ചെയ്യുന്ന വ്യക്തികളാണ്. ആ കാര്യങ്ങൾ ആരെന്ത് തെറ്റ് ചെയ്തു ആ സാധനം പറയണം. ആണ് കാര്യം. പിന്നെ നീ മാറാടുന്ന കേസ് പറഞ്ഞു. മാറാടുന്ന കേസ് മാറാട് എന്നിട്ടാ ഏറ്റവും വലിയ മാജികാരാണ് പറഞ്ഞത്. ആരെ എന്തെല്ലാം പറഞ്ഞാലും